വ്യാജ സ്ത്രീധന പീഡന ആരോപണത്തിൽ ബംഗളൂരുവിൽ ടെക്കി യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികളെ തേടിയ അന്വേഷണ സംഘം യുപിയിൽ. ജീവനൊടുക്കിയ അതുൽ സുഭാഷിന്റെ ഭാര്യ നിഖിത താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലാണ് ബംഗളൂരു പോലീസ് എത്തിയത്. എന്നാൽ വീട് പൂട്ടിക്കിടക്കുന്നതിനാൽ നിഖിത ഉൾപ്പെടെ കേസിലെ മറ്റു 4 പ്രതികളോടും ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് പതിച്ചു. പ്രതികൾക്ക് ബംഗളൂരുവിലെ മറാത്തഹള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ 3 ദിവസത്തെ സമയമാണ് നൽകിയത്. അതുലിന്റെ സഹോദരൻ വികാസ് കുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരു പോലീസ് സംഘം ഉത്തർപ്രദേശിലെ അതുൽ സുഭാഷിന്റെ ഭാര്യയുടെ നാടായ ജാൻപൂരിൽ എത്തിയത്. ഭാര്യ നിഖിത, അമ്മ നിഷ, സഹോദരൻ അനുരാഗ്, അമ്മാവൻ സുശീൽ എന്നിവർ ഹാജരാകണമെന്ന് കാണിച്ചാണ് നോട്ടീസ്. വസ്തുതകളും സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ നിങ്ങളെ ചോദ്യം ചെയ്യാൻ മതിയായ കാരണങ്ങളുണ്ട്. 3 ദിവസത്തിനകം ബംഗളൂരുവിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം എന്ന് നോട്ടീസിൽ പറഞ്ഞു. ബംഗളൂരുവിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു 34-കാരനായ അതുൽ. വർഷങ്ങളായി വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ മൂലമുള്ള മാനസിക സമ്മർദ്ദം ഇയാൾ ആത്മഹത്യാക്കുറിപ്പിൽ വിശദമാക്കിയിരുന്നു. അതുൽ സുഭാഷ് കഴിഞ്ഞ ദിവസമായിരുന്നു ജീവനൊടുക്കിയത്. 24 പേജുള്ള കത്തെഴുതി വച്ച ശേഷം യുവാവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വ്യാജ സ്ത്രീധന പീഡന ആരോപണം ഉന്നയിച്ച് 3 കോടി രൂപ ഭാര്യയുടെ കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു. ഭാര്യ പിതാവിന്റെ മരണത്തിന് കാരണം അതുലാണെന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത് പിന്നീട് വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി. മകന്റെ ചെലവിനായുള്ള കേസ് നടക്കുന്നതിനിടെ പണം തരാൻ കഴിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തുകൂടെ എന്ന് ഭാര്യ ചോദിച്ചതിന് ജഡ്ജ് ചിരിച്ചത് യുവാവിനെ ഏറെ വേദനിപ്പിച്ചിരുന്നു. ബംഗളൂരുവിലെ മഞ്ജുനാഥെ ലേഔട്ടിലെ വീട്ടിനുള്ളിൽ തിങ്കളാഴ്ചയാണ് അതുലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീവനൊടുക്കുന്നതിന് മുൻപായി 80 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയും യുവാവ് ചെയ്തിരുന്നു. ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. താനുണ്ടാക്കുന്ന പണം എതിരാളികളെ ശക്തരാക്കാൻ മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നതെന്നും തന്നെ പണം ഉപയോഗിച്ച് ഭാര്യയും ബന്ധുക്കളും തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നുള്ള ആരോപണം അതുൽ ഈ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. ഭാര്യ നൽകിയ കേസ് അതുലിന് എതിരായ ദിശയിലായിരുന്നു ഉണ്ടായിരുന്നത്. 4 വയസ്സുള്ള മകന്റെ ചെലവിനായി തുടക്കത്തിൽ 4000 രൂപ ആവശ്യപ്പെട്ട നിഖിത പിന്നീട് ഇരട്ടി നൽകണമെന്നും പിന്നീട് 1 ലക്ഷം രൂപ മാസം വേണമെന്നും കോടതിയിൽ ആവശ്യപ്പെടുന്നു. ഭാര്യയും കുടുംബവും അതുലിന് പണത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതേസമയം അതുലിന്റെ മരണത്തിന് കാരണക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. അതുലിന്റെ മരണത്തിൽ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും യുപിയിലെ ജാൻപൂരിലെ കുടുംബ കോടതി ജഡ്ജിനും എതിരെ രൂക്ഷമായ വിമർശനമാണ് അതുൽ മരണത്തിന് മുൻപായി ഉന്നയിച്ചത്. എന്തായാലും താൻ ഈ കേസിൽ തോൽക്കുകയാണെങ്കിൽ തന്റെ ചിതാഭസ്മം ഓടയിൽ ഒഴുക്കണമെന്ന്, അതായത് കോടതിക്ക് മുന്നിലുള്ള ഓടയിൽ ഒഴുക്കണമെന്ന് അതുൽ തന്റെ വീഡിയോ സന്ദേശത്തിലൂടെ പറയുന്നുണ്ട്. എന്തായാലും ഭാര്യയുടെ ചെയ്തികളാണ് യുവാവിനെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് എല്ലാവരും പറയുന്നത്.